ആളുണ്ടെങ്കിലല്ലേ കേസും കൂട്ടവും ബന്ധം വേർപെടുത്തലും വിസമ്മതവും ഒക്കെ കാണും. ആളില്ലാതായാ പിന്നെ ഇതൊന്നും കാണത്തില്ല. കൃഷ്ണൻകുട്ടി ചേട്ടൻ എന്താ ഈ പറഞ്ഞു വരുന്നേ? ഒരു ചെറിയ കൊലപാതകം. കൊല്ലാനോ? നമ്മൾ ചെയ്യണ്ട. ഒരു പൂവ് നുള്ളിയെടുക്കുന്ന ലാഘവത്തോടെ സംഗതി ചെയ്യാൻ ഈ നാട്ടില് നല്ല പണിക്കാരുണ്ട്. നമ്മൾ ഈ കാര്യങ്ങൾ അവരെ ഏൽപ്പിച്ചാൽ ഒരു സംശയവും തോന്നാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്തു തരും. നമുക്ക് നഷ്ടപ്പെടുന്ന ഭൂസ്വത്തിന്റെ കണക്കെടുക്കുമ്പോ ഇവർക്ക് കൊടുക്കുന്ന കാശ് ഒരു നഷ്ടവും ആവത്തില്ല വിജയലക്ഷ്മി. അപ്പൊ കുഞ്ഞ് കടയ്ക്കൽ ആദ്യം കത്തി വെച്ചാ പിന്നെ കൊമ്പുകൾ താനെ അങ്ങ് ഉണങ്ങി പൊയ്ക്കോളും. എന്താ പിള്ളേ, ഭാമയെ കാണുന്നില്ലല്ലോ. വരേണ്ട സമയം കഴിഞ്ഞല്ലോടോ. ഇയാളൊന്ന് വിളിച്ചു നോക്കടോ. വന്നു സാറേ. മോനെ വിഷ്ണുവേ, ഭാമയ്ക്ക് കുഴപ്പമൊന്നുമില്ലേ? ഇല്ല ചാ. ഭാമേ വാ, വാ ഇങ്ങോട്ട്. ഭാമേ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അല്ല, അവരിനെ ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ? ഇല്ല രാഘവേട്ട, എനിക്കൊരു കുഴപ്പമില്ല. അതെ, സമയം വൈകിക്കുന്നില്ല. ഞാൻ പോയി കുട്ടികളെ വിളിച്ചോണ്ട് വരാം. പെട്ടെന്ന് നീ വരണേ. നീ വന്നിട്ടേ എനിക്കൂടെ അമ്പലത്തിൽ പോകാനുള്ള വഴിപാടുണ്ട്. ജാമ്യം കിട്ടിയ ആള് വീട്ടിൽ വന്നല്ലോ. അതിനെ ദൈവത്തിനോട് നന്ദി പറയണം. ദൈവത്തോട് നന്ദി പറയുമ്പോ നന്ദി പറയാൻ മറ്റൊരാളൂടെ ഉണ്ട്. എനിക്ക് വേണ്ടി കേസ് വാദിച്ച അഡ്വക്കേറ്റ് അരുണ. എത്ര വേഗത്തിലെ കേസ് കൈകാര്യം ചെയ്യുന്നതെന്നറിയോ? ആ വക്കീലിനെ കിട്ടിയത് നമ്മുടെ ഭാഗ്യം തന്നെയാ. എന്നെ ഒന്ന് സഹായിക്കുമെന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. പക്ഷെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അഡ്വക്കേറ്റ് അരുണ കൃഷ്ണമൂർത്തി ഈ കേസ് ഏറ്റെടുത്ത സത്യാമ്മയെ പുഷ്പം പോലെ ഇറക്കിക്കൊണ്ടുവരുമെന്ന്. ആ ഒരു ഉറപ്പില്ല ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. അച്ചൂടാ, ഇതാരാ? ചക്കരക്കുട്ടി, എന്തു ചെയ്തു ഇതുവരെ? എന്തൊരു ചക്കര. പൊന്നി, കുറച്ച് വെള്ളം വേണം. ശരി. എന്നാ പിന്നെ ഞാൻ സ്കൂളിലേക്ക് പോയിട്ട് വരാം. നേരെ പോന്നേക്കണേ. അത്രേ ഉള്ളച്ചാ. ശരി. ഇങ്ങതാ മോളൂനെ, എനിക്ക് ശരിക്കും കാണാൻ പോലും പറ്റിയില്ല. ഓ, ഒരു പ്രാവശ്യം ഇതിനെ എടുത്തപ്പോഴാണ് ജയിലിൽ പോയിട്ട് വന്നത്. ഇനിയൊരു പരീക്ഷണത്തിന് നിൽക്കണോ?